പാകിസ്ഥാൻ ചൈനയുടെ ഗ്വാദ്വാർ തുറമുഖ കടക്കണിയിൽ അകപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പണമില്ലാത്ത പാകിസ്ഥാൻ ഇന്ത്യയെ സൈനിക ശക്തിയിൽ മറികടക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ആ നെട്ടോട്ടത്തിലാണ് ചൈന അവർക്ക് ഗ്വാദ്വാർ തുറമുഖം വികസിപ്പിച്ച് നാവിക സേനയ്ക്ക് വലിയ ശക്തി നൽകാം എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയത്. ചൈനയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി. അവരുടെ ചൈനയിൽ നിന്നും നേരിട്ട് അറബിക്കടലിലേക്ക് ഗ്വാദ്വാർ തുറമുഖം വഴി ചൈനയ്ക്ക് ഇറങ്ങാൻ സാധിക്കുന്ന ആ റോഡ് അവർക്ക് പണിയുക എന്നുള്ളതായിരുന്നു. പാക് അധീന കശ്മീർ വഴി കൂടെയാണ് ആ റോഡ് കടന്നു പോകുന്നത്. അതായിരുന്നു ചൈനയുടെ പദ്ധതി. അങ്ങനെ ചൈന വൻതോതിൽ ഗ്വാദ്വാർ തുറമുഖത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. പാകിസ്ഥാനും പണം മുടക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നിരുന്നു. എന്നാൽ പാകിസ്ഥാൻ അതിനുശേഷം കാണിച്ച വലിയൊരു കാര്യം, അത് ചൈനയെ ആകെ വെട്ടിലാക്കി. ചൈന വലിയ സാമ്പത്തിക നഷ്ടത്തിൽപ്പെട്ടു. അതായത് ഗ്വാദ്വാർ തുറമുഖം ഞങ്ങളുടേതാണെന്നും ഇത് മറ്റൊരു അന്താരാഷ്ട്ര ശക്തികൾക്കും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുമാണ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത്. ഇതേ തുടർന്ന് ചൈന വലിയ രീതിയിൽ പാകിസ്ഥാനോട് തർക്കിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഗ്വാദ്വാർ തുറമുഖത്തിന്റെ പേരിൽ ദിവസങ്ങൾക്ക് മുമ്പ് ചൈനയും പാകിസ്ഥാനും തമ്മിൽ വലിയ തർക്കമുണ്ടായി. ഈ തുറമുഖം ഞങ്ങളുടേതാണ് എന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും ഇതിന് പണം മുടക്കിയത് ഞങ്ങളാണ് എന്നാണ് ചൈന പറയുന്നത്. പോരാത്തതിന് പാകിസ്ഥാന്റെ നാവികസേനയ്ക്ക് വേണ്ടി, അതായത് ഇന്ത്യയെ നേരിടാൻ വേണ്ടി പാകിസ്ഥാന്റെ നാവികസേനയ്ക്ക് വേണ്ടിയും ചൈന പണം മുടക്കിയിട്ടുണ്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ തുറമുഖം നിങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും എന്നാണ് ചൈന ചോദിച്ചത്. എങ്കിലും പാകിസ്ഥാൻ ആ തുറമുഖം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പാകിസ്ഥാനോട് ചൈന തങ്ങളുടെ കടം തിരിച്ചു തരണം എന്ന രീതിയിൽ സംസാരിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള കടക്കണിയിൽ അകപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന പോയിന്റായ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ സ്ഥലമാണ് ഗ്വാദ്വാർ തുറമുഖം എന്ന് പറയുന്നത്. പോരാത്തതിന് ഇപ്പോൾ ബലൂചിസ്ഥാനിൽ നിന്നും വലിയ പ്രക്ഷോഭം പാകിസ്ഥാന് നേരെ അലയടിച്ചു വരുന്നുണ്ട്. ഈ പ്രക്ഷോഭവും പാകിസ്ഥാന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. തൊട്ടപ്പുറത്ത് താലിബാൻ വലിയ രീതിയിൽ നുഴഞ്ഞു കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പാകിസ്ഥാനകത്ത് താലിബാൻ ആഭ്യന്തര കലാപം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ചൈന ഇത് മുതലെടുക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പാകിസ്ഥാന്റെ ഈ നാവികസേനയുടെ വിപുലീകരണത്തിനും നവീകരണ ശ്രമങ്ങൾക്കും ചൈനയുടെ താല്പര്യം ഗ്വാദ്വാർ തുറമുഖത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഗ്വാദ്വാർ തുറമുഖം ഇരിക്കുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലം അത് ചൈനയെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയിലേക്ക് എത്രയും പെട്ടെന്ന് ആക്രമണം നടത്താൻ ഗ്വാദ്വാർ തുറമുഖം സഹായിക്കും. പോരാത്തതിന് ചൈനയിൽ നിന്ന് അറബിക്കടലിലോട്ട് നേരിട്ട് ഒരു സീ റൂട്ട് ഗ്വാദ്വാർ തുറമുഖം തുറന്നു തരും. ഇത് തന്നെയാണ് വലിയ രീതിയിൽ ചൈനയെ ഈ ഗ്വാദ്വാർ തുറമുഖത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ പാകിസ്ഥാന്റെ ഈ സമീപനം ചൈന ഒട്ടും പ്രതീക്ഷിച്ചതല്ല. റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, IMF ബൈ ഔട്ട് പാക്കേജ് അടയ്ക്കാൻ വേണ്ടി പാകിസ്ഥാൻ പൗരന്മാർക്ക് അവരുടെ സർക്കാർ കനത്ത നികുതി ചുമത്തുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പാകിസ്ഥാനിൽ ബെയ്ജിങ്ങിൻ്റെ ഈ പാക്കേജ് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള നികുതി പാകിസ്ഥാൻ പൗരന്മാർക്ക് മേൽ ഇപ്പോൾ പാകിസ്ഥാൻ ചുമത്തുകയാണ്. കനത്ത നികുതിയുടെ ആഘാതമാണ് പാകിസ്ഥാൻ പൗരന്മാർ ഇപ്പോൾ നേരിടുന്നത്. അതേസമയം രാജ്യത്തെ പ്രധാന വ്യവസായങ്ങളിൽ കുത്തക അവകാശമുള്ള പാകിസ്ഥാൻ സൈന്യത്തിന് സിവിലിയൻ സമ്പദ് വ്യവസ്ഥ കള്ളം പറയുമ്പോഴും സാമ്പത്തിക ഇളവുകൾ പാകിസ്ഥാൻ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പാകിസ്ഥാന്റെ നാശത്തിൽ ചെന്ന് കലാശിക്കും എന്നാണ് പല ആൾക്കാരും അഭിപ്രായപ്പെടുന്നത്. പോരാത്തതിന് ഗ്വാദ്വാർ തുറമുഖത്തിന്റെ നിയന്ത്രണവും ഉടമസ്ഥതയും സംബന്ധിച്ച് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. പാക് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ ചൈനീസ് മുതിർന്ന സർക്കാർ സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ അടുത്തിടെ ഒരു ഉന്നതതല യോഗം തന്നെ ഇതിന്റെ പേരിൽ ചേർന്നിരുന്നു. അവിടെ തന്ത്രപ്രധാനമായ ഗ്വാദ്വാർ തുറമുഖത്തിന്റെ ഭാവിയെക്കുറിച്ചാണ് അവർ ചർച്ച നടത്തിയത്. ഒരു സൈനിക താവളം ഗ്വാദ്വാർ തുറമുഖത്തിൽ ചൈന നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടാം സ്ട്രൈക്ക് ആണവശേഷി ഉപയോഗിച്ച് പാകിസ്ഥാനെ വലിയ രീതിയിൽ ആയുധീകരിക്കണമെന്ന് ഇസ്ലാമാബാദ് ബീജിങ്ങിനോട് ആവശ്യപ്പെട്ടതായി പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അവിടെ സൈനിക താവളങ്ങൾ രൂപീകരിക്കണമെങ്കിൽ ഞങ്ങളെ വലിയൊരു ആണവശേഷിയാക്കണമെന്നാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഒരു നിബന്ധന എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം നടക്കും എന്നറിയില്ല. എന്നിരുന്നാലും പാകിസ്ഥാൻ ഇപ്പോൾ വലിയ രീതിയിൽ കടക്കണിയിൽ നട്ടം തിരിയുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.